കണ്ണൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ സൂചനകൾ നൽകി മുന്നണികളുടെ പ്രചാരണ കൊട്ടിക്കലാശത്തിലും ആവേശം അണപൊട്ടി. കർശന നിയന്ത്രണങ്ങളോടെയായിരുന്നു കൊട്ടിക്കലാശം. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ഓരോ സ്ഥാനാർത്ഥികൾക്കും പ്രത്യേകം സ്ഥലവും റൂട്ടും പോലീസ് നേരത്തെ നൽകിയിരുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ വേദിക്ക് അടിത്തറ ശക്തമാക്കുന്നതായിരുന്നു തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ കൊട്ടിക്കലാശം. മൂന്ന് മുന്നണികളും അവരുടെ കരുത്ത് കാട്ടി. UDFന്റെ കൊട്ടിക്കലാശത്തിന്റെ തുടക്കം കണ്ണൂർ സിറ്റിയിൽ നിന്ന്. ലീഗിന്റെ ഉരുക്കുകോട്ടയിൽ നിന്ന് ആയിരക്കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയിൽ സ്ഥാനാർത്ഥി കെ സുധാകരൻ തുറന്ന വാഹനത്തിൽ റോഡ് ഷോ നടത്തി. ഇടതുപക്ഷത്തിന്റെ കൊട്ടിക്കലാശത്തിലും ആയിരങ്ങൾ അണിചേർന്നു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് റോഡ് ഷോ ആരംഭിച്ചു. സ്ഥാനാർത്ഥി MV ജയരാജന് ഒപ്പം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി തുടങ്ങിയ നേതാക്കളും അണിനിരന്നു. ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന മുദ്രാവാക്യമാണ് കൊട്ടിക്കലാശത്തിലും ഉയർന്നത്. NDA സ്ഥാനാർത്ഥി C രഘുനാഥിന്റെ കൊട്ടിക്കലാശവും ആവേശക്കടലായി. നരേന്ദ്രമോദിക്ക് കരുത്താകാൻ കണ്ണൂർ ഒരുങ്ങിയെന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു റോഡ് ഷോ. കൈകൊട്ടി താളത്തിനൊപ്പം ആടിയും നൃത്തച്ചുവടുകൾ വെച്ചും സ്ഥാനാർത്ഥി C രഘുനാഥും BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K ശ്രീകാന്തും മറ്റു നേതാക്കളും പ്രവർത്തകരും കൊട്ടിക്കലാശം ആവേശമാക്കി. മുമ്പെങ്ങും കാണാത്ത വിധത്തിലുള്ള ശക്തമായ പോരാട്ടമാണ് കണ്ണൂരിൽ നടക്കുന്നത്. രണ്ട് മുന്നണികളും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ. NDA ആകട്ടെ വോട്ട് വിഹിതം ഗണ്യമായി ഉയർത്തുമെന്നും പറയുന്നുണ്ട്. കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയായിരുന്നു കൊട്ടിക്കലാശം. തികച്ചും സമാധാനപരമായാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ അവസാനിച്ചത്. കേരളം കാതോർക്കുന്ന പോരാട്ടമാണ് കണ്ണൂരിൽ നടക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന കണ്ണൂരിൽ പ്രചരണത്തിലും അതേ വീറും വാശിയും പ്രകടമായിരുന്നു. കൊട്ടിക്കലാശത്തിലും കണ്ടു മുന്നണികളുടെ വീറും വാശിയും. ഇനി പോളിംഗ് ബൂത്തിലേക്ക്. കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ആര് ജയിക്കും ആര് തോൽക്കും എന്നറിയാൻ വോട്ടെടുപ്പ് കഴിഞ്ഞും പിന്നെയുമുണ്ട് ഒരു മാസത്തെ കാത്തിരിപ്പ്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.